17 കൊല്ലം. എന്റെ ബ്ലൗസ്. ദിസ് ഈസ് മൈ തൊട്ടിൽ ഗൈസ്. ചോറി പിടിച്ചൊരു മുടി. ചെന്നൈ സെന്തമിഴ്. അടുത്ത പൂരത്തിനിടാം. ഫ്ലൂട്ടില്ല, ഫ്ലൂട്ടിന് ഭയങ്കര സ്കിപ്പിംഗ് റോപ്പാ. ഈ ചെക്ക് കൊണ്ട് ബാങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് തല്ലിട്ടു. ഞാൻ നിൽക്കുന്നു. ആ പച്ചയായിട്ട് കാണുന്നത് ഞാനാട്ടോ. ഇതെന്താണ് എന്റെ 5 വയസ്സിലെ ബ്ലൗസ്? എന്റെ ഫ്ലൂട്ടല്ലേ? വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ തമിഴിൽ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും, വാട്ട്സ് അണ്ടർ മൈ ബെഡോ, അത് സംഭവം, ഇതൊക്കെയുള്ള കുറെ ക്വസ്റ്റ്യൻ മാർക്ക് മനസ്സിൽ പോയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. യെസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇസ് വാട്ട്സ് അണ്ടർ മൈ ബെഡ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവും, എന്ത് ബെഡിനടിയിൽ നിങ്ങൾക്ക് ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെരുപ്പായിരിക്കും, അല്ലെങ്കിൽ ചെരുപ്പ് ആരും എടുത്ത് വെക്കില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ നിങ്ങൾ വിചാരിക്കണം. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന ഒന്നുമല്ല ഇതിൻ്റെ അടിയിലുള്ളത്. ഇതിൻ്റെ അടിയിൽ കുറേ എന്താ പറയുക, ഹിസ്റ്റോറിക്കൽ എന്താ പറയുക, കുറേ സാധനങ്ങളുണ്ട്. ഒരു മ്യൂസിയമാണ് എൻ്റെ ഈ കട്ടിലിൻ്റെ അടിയിൽ. ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ എന്ന് ഇപ്പൊ പറഞ്ഞില്ല, നമുക്ക് തുറക്കുമ്പോൾ അല്ലേ അമ്മ? അതെ, തുറക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയാൽ മതി എന്താണ് ഇതിൻ്റെ അടിയിലുള്ളത്. എനിക്ക് ഇപ്പം അത്ര എക്സൈറ്റ്മെന്റ് ഇല്ല കേട്ടോ, പക്ഷെ നിങ്ങൾക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാവും എന്ന് എനിക്കറിയാം. കാരണം ഈ എക്സൈറ്റ്മെന്റ് എനിക്ക് 2 മാസം മുന്നേ ഉണ്ടായിരുന്നു. 2 മാസം മുന്നെയാണ് ഇത് വർഷങ്ങൾക്ക് ശേഷം ഈ സാധനത്തിന്റെ അടിയിൽ എന്താണെന്നുള്ളത് നോക്കുന്നത്. അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇവിടെ അതിൻ്റെ ഉള്ളിലൊക്കെ മൊത്തം പുറത്തേക്ക് വാരി വലിച്ചിട്ട് ഇവിടെ ഒരു കോലാഹലം തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിപ്പോ 2ാമത്തെ തവണയുണ്ട്. എനിക്ക് വലിയ എക്സൈറ്റ്മെന്റ് ഇല്ല, പക്ഷേ എക്സൈറ്റ്മെന്റ് നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ ഒട്ടും വൈകിക്കാതെ തന്നെ ഈ സംഭവങ്ങളൊക്കെ മാറ്റിയിട്ട്, അതായത് ഈ ബെഡും ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ട് വേണമല്ലോ അതിൻ്റെ അടിക്ക് പോകാൻ. അപ്പോൾ ആ 2 കമ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, ആ 2 കമ്പാർട്ട്മെന്റുകളിൽ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബെഡും ബെഡ്ഷീറ്റും ഒക്കെ മാറ്റിയിട്ട് കഴിഞ്ഞു. അതായത് മുടിയൊക്കെ കെട്ടി ഇതിന് എന്താ പറയുക, തപ്പാനുള്ള എല്ലാ തയ്യാറെടുപ്പിലുമാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കട്ടിലിൻ്റെ അടിയിലുള്ള A നിലവറ. കണ്ടില്ലേ, ഇതാണ് ദിസ് ഇസ് A നിലവറ. എൻ്റെ അപ്പുറത്ത് B നിലവറയുണ്ട്. അപ്പം നമ്മളിനി ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാൻ പോവാണ്. യെസ്, ദിസ് ഇസ് മൈ നിലവറ. കണ്ടില്ലേ, ഇത് ഞാൻ. ഇതെന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ ചെറുതിലെ ഡാൻസ് കോസ്റ്റ്യൂംസും എന്തൊക്കെയോ പ്രോപ്പർട്ടീസ് ഒക്കെയാണ്. ഇപ്പം ഞാൻ ഇനി ഇത് ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതെൻ്റെ പ്രോപ്പർട്ടി അല്ല, ഇത് അമ്മ എപ്പോഴും അയൺ ബോക്സ് എടുത്തിട്ട് ഇതിൻ്റെ അടിയിൽ. ഇതെൻ്റെ പ്രോപ്പർട്ടി അല്ല, ബാക്കിയെല്ലാം എൻ്റെ പ്രോപ്പർട്ടിയാണ്. എപ്പോൾ കാണിച്ചു തരാം. അപ്പം ഞാൻ അങ്ങോട്ട് നിലത്ത് ഉപവിഷ്ടയായി. ഞാൻ ഇനി ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഇതിനുള്ളിൽ എന്താണ്, ഇതെന്ത് ആദ്യം എൻ്റെ കയ്യിൽ കിട്ടിയതാ ഇതാ സാധനം. ഇതെന്താ, വേറെ പാവാണ്. ഇത് പാവാടേ, ഈ പാവാടിട്ട എല്ലാം ശരിയാ. അതായത് പണ്ട് ചെറുതാകുമ്പോൾ നമ്മളൊരു ലെഗിൻസ് പോലൊരു സാധനം ഇടും, ബ്ലാക്ക്, എന്നിട്ട് ഇതിടും. അങ്ങനത്തെ ഒരു സാധനമാണിത്. ഓക്കെ, ഡ്രസ് നമ്പർ 1. എന്റെ ബ്ലൗസ്. ഇത് ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സൂപ്പർ ഡാൻസർ ജൂനിയർ എന്നുള്ള ഒരു റിയാലിറ്റി ഷോയിൽ ഞാൻ ഉണ്ടായിരുന്നു. എത്ര പേർക്ക് അത് അറിയുമെന്ന് എനിക്കറിയില്ല. ഒരുപാട് വർഷം മുന്നേ ഉണ്ടായിരുന്നതാണ്, ഒരു 11 വർഷം മുന്നേ ഉണ്ടായിരുന്ന ഷോ ആണ്. അപ്പം അതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് റൗണ്ട് തോന്നുന്നു, അല്ല ബ്ലാക്ക് ആൻഡ് 80s 90s എന്തൊരു അങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങനെ എന്തോ റൗണ്ടായിരുന്നു. അപ്പം അതിന് ആ പാട്ട് ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ടാണ് കളിച്ചത്. അന്ന് നമ്മൾ ചെറിയ കുട്ടിയല്ല, അത് എത്തത് കുഞ്ഞു ബ്ലൗസ് ചെറിയേ ഉള്ളു. ഇതിന് പാവാട ഇവിടെ ഉണ്ടായിരുന്നത്. അതൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷഫിൾഡ് ആട്ടോ. ഇത് ഏതോ ഭരതനാട്യത്തിന്റെ ഷോളാണല്ലോ, ഷോള് മാത്രം കെട്ടിയിട്ടുണ്ട്.
ഒരു ഷോള്. ഇതൊക്കെ നാടോട് നൃത്തത്തിന്റെ ബ്ലൗസുകളാട്ടോ ഇതൊക്കെ. മറ്റേ പഫ് കൈ പോൾക്ക ഡോട്ട് ബ്ലൗസസ് വിവിധ തരം. പക്ഷെ ഇതൊക്കെ പിന്നെ ട്രെൻഡായി വരും കേട്ടോ, പറയാൻ പറ്റില്ല. ഇത് ആക്ച്വലി വളയല്ല കേട്ടോ. ഇത് വളയാണോ ഇനി? ആണോ? ഇത് എന്താ പറയാ, എൻ്റെ ഒരു ബെല്ലി ഡാൻസ് ഉണ്ടായിരുന്നു. ഇത് സെയിം സൂപ്പർ ഡാൻസറിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു എന്താ സിംഗിൾ സോങ് അങ്ങനെ എന്തൊരു സൗണ്ട്, അതായത് 4 സെമി ഫൈനലിസ്റ്റ് 4 പേർക്കും ഒരു പാട്ട്. അത് മറ്റേ ഓ ജനുവരി ആ പാട്ടായിരുന്നു. അപ്പൊ അതില് ബെല്ലി ഡാൻസിന്റെ ഒരു പ്രോപ്പർട്ടി ആയിരുന്നു ഇത്. നമ്മളിങ്ങനെ ആ സാധനമായിരുന്നത്. പിന്നെ ഇത് അതിന്റെ പാൻറ്റാ തോന്നുന്നുണ്ട് കേട്ടോ. യെസ്, അല്ല സോറി, ഇത് ടോപ്പ്. ഇത് അതിന്റെ തന്നെ ടോപ്പായിരുന്നു. ജിൽ ജിൽ എന്തൊക്കെ. പിന്നെ കൊറേ കീറത്തുണിയൊക്കെ ഉണ്ട് കേട്ടോ ഇതിന്റെ ഇടയിൽ. ഇതെന്തത്, ഒരു അന്തിയില്ലല്ലോ. ഇത് ജംപ് സ്യൂട്ട് പോലത്തെ ഒരു സാധനം. ഹൊററോട്ടൊക്കെ തോന്നുന്നു കണ്ടോ, മൊത്തത്തിൽ ഉടലും കാലും. ഓക്കെ, എന്തിൻ്റെന്ന് എനിക്ക് ഓർമ്മയില്ല, സത്യം കേട്ടോ എനിക്ക് ഓർമ്മയില്ല. സാധനം ഇതെന്താ സാധനം? ദിസ് ഇസ് മൈ തൊട്ടിൽ ഗൈസ്. ഇതിൽ കിടന്നിട്ടാണ് ഞാൻ ഉറങ്ങിയിരുന്നത് ഗൈസ്. ഇതിൽ ഉറങ്ങിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഉണ്ടല്ലേ. അപ്പോ എന്റെ ആണോ ഞാൻ, അതായത് തൊട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മള് കുഞ്ഞു കുട്ടിയാകുമ്പോ ഉള്ള തൊട്ടില്, വളരെ ചെറുതായിരിക്കുമ്പോ ഉള്ള തുണിയുടെ തൊട്ടില്. ഇതൊക്കെ നിങ്ങളുടെ അടുത്തുണ്ടോ? ആരുടെയെങ്കിലും അടുത്തുണ്ടോ? കണ്ടോ, എന്റെ തൊട്ടില് വരെ ഉണ്ട് ഇവിടെ. ശരിക്കും പറഞ്ഞ ഇതിലും കൂടുതൽ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അമ്മ ഒക്കെ എടുത്ത്, കാരണം ഇവിടെ വെക്കാൻ സ്ഥലമില്ലാത്തവർ കൊടുത്തു. എന്റെ ചെറുതിലെ സകല ഡ്രസ്സും ഉണ്ടായിരുന്നു, ഒക്കെ എടുത്ത് കൊടുത്തു ഈ ദുഷ്ട അമ്മ. അപ്പൊ എന്റെ തൊട്ടിൽ അടുത്ത ജിൽ ജിൽ. ഇതൊന്ന് സാധനമ്മ. വൗ, മൈ സ്കേർട്ട്. ദിസ് ഈസ് മൈ മിനി സ്കേർട്ട്. അന്ന് ഞാൻ മിനി സ്കേർട്ടൊക്കെ ഇട്ടിരുന്നു, കാരണം അന്ന് ഞാൻ ഇത്ര ഉണ്ടായിരുന്നല്ലോ. ഇതെനിക്ക് മുട്ട് വരെയുള്ള സ്കേർട്ടായിരുന്നു. ഇത് പക്ഷെ ഏതിൻ്റെന്ന് എനിക്ക് ഓർമ്മയില്ല, വീണ്ടും എനിക്ക് ഓർമ്മയില്ല. ഹായ്, പുലിത്തോൽ. ഇതെന്താ വെറും തോല് മാത്രം? ആണോ? സോറി, ഇത് പെട്ടെന്ന് ഇടപെടുത്തി ഇത് മാത്രം ഞാൻ വിചാരിച്ചു. ഒരു ശിവതാണ്ഡവം ഞാൻ കളിച്ചിട്ടുണ്ട്, ഭഗവാനെ ഞാൻ അങ്ങനെ പറഞ്ഞല്ല. അപ്പൊ അതിന്റെ ഇവിടെ വെക്കില്ല നമ്മള്, ഫാന്, ആ സാധനമാണ്. ഇതിന്റെ ബാക്കിയൊക്കെ ഇവിടെ തപ്പിക്കണ്ടുപിടിക്കും. എല്ലാം പകുതി പകുതി, ഒന്നും സെറ്റ് ഇല്ല കേട്ടോ. കിട്ടിയതൊക്കെ എടുത്ത് വെച്ചിരിക്കാന്ന് തോന്നണേ. ഇത് എന്റെ അതൊരു ഭയങ്കര ഒരു ട്രാജിക് സ്റ്റോറി ആയിരുന്നു. എത്ര പേരത് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ പണ്ട് ടി വിയിൽ കണ്ടിട്ടുണ്ട് അറിയില്ല. എന്നെ അതല്ലായിരുന്നു പഠിപ്പിച്ചിരുന്നത്, വേറൊരു കളറിന്റെ ഒരു സംഭവമായിരുന്നു. അത് പിന്നെ എന്തോ കോപ്പി റൈറ്റ് ഇഷ്യൂ ഉണ്ടെന്നോ എന്തൊക്കെയോ പറഞ്ഞിട്ട് എന്നെ തലേ ദിവസം എന്തോ പറഞ്ഞു ആ പാട്ട് മാറ്റിയേ പറ്റുള്ളൂ. അന്ന് ഇത്ര പോകുന്ന കുട്ടി 6ാം ക്ലാസ്സിൽ പഠിക്കണം, പെട്ടെന്ന് പാട്ട് നെക്സ്റ്റ് ഡേ മാറ്റണം എന്നൊക്കെ പറഞ്ഞ് ആലോചിക്കുക. എന്നിട്ട് ഒരു ബന്ധമില്ലാത്ത സൻസനെന്ന് ഞാൻ ആ കളരി ട്യൂണിന്റെ സ്റ്റെപ്പ് വെച്ച് കളിച്ചതിന്റെ ഓർമ്മയിലെ ഒരു സ്മാരകമാണിത്. ഇത് നമ്മുടെ ചെന്നൈ സെന്തമിഴ് മറന്തേനുന്നാലെ. ഇത് എത്ര പേർക്ക് ഓർമ്മയുണ്ട്? എന്നെ സൂപ്പർ ഡാൻസറിൽ കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും ഓർമ്മയുള്ള ഒരു പെർഫോമൻസ്. ഞാനും പ്രജ്വലും കളിച്ചതാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി കളിച്ച ഒരു ഡാൻസിന്റെ കോസ്റ്റ്യൂമാണ്. അമ്മ ഇതിനൊക്കെ ബാക്കി എവിടെ? വെറും തലയുണ്ടെങ്കിൽ ഉടലില്ല, ഉടലുണ്ടെങ്കിൽ തലയില്ല. ഇത് എന്ത് സാധനം? ഷോളാണല്ലോ. ഇത് എന്തിന്റെ ഷോളാണ് എനിക്കറിയില്ല. അയ്യോ, മുടി ചൊറിയോ. ചെന്നൈ പാൻറ് കിട്ടിട്ടോ. ഇതാ പാൻറ്. ഇതെനിക്ക് ഇപ്പോഴും പാകാവില്ല അമ്മ. ഞാൻ എണീറ്റ് നോക്കട്ടെ. അധികം പൊക്കം വെക്കത്തുണ്ട്. ഇതെനിക്ക് ഇപ്പോഴും പാകാ. അടുത്ത പൂരത്തിനിടാം.
എനിക്കിതിപ്പോഴും പാകാട്ടോ. ആൻഡ് ദിസ് മെറ്റീരിയലോ, ഇതെന്തിനുള്ള മെറ്റീരിയൽ അമ്മ? ദീപ് കൊടുത്തേ. ഓ, ദീപോട്ടം കൊടുത്ത ആ സമയത്തോ? ഇതൊക്കെ ഒന്നിനും തുന്നാൻ പറ്റിയിട്ടില്ല അല്ലേ? ഇനിയൊരു ഇതുകൊണ്ട് എന്താ, ഞാൻ ഒരു ഗൗണ് തയ്പ്പിക്കാം. ചിലപ്പോ ഭംഗിയുണ്ടാവും, ബ്ലാക്ക് വെൽവെറ്റിലൊക്കെ രസമുണ്ടാവും കേട്ടോ, പറയാൻ പറ്റില്ല. ഇതെന്താ ഇതും എന്തോ ഒരു ഷോള്, കൊറേ ഷോളുകളുണ്ട്. ഇത് ആ ബെല്ലി ഡാൻസിന്റെ ഷോളായിരുന്നു തോന്നുന്നു അല്ലേ? അമ്മക്ക് എന്നെ കാണാനുണ്ടോ മൊബൈൽ? അമ്മ ഇത് നോക്കി നോക്കി എന്റെ തലയൊക്കെ പോയില്ലേ? ചെറുതായിട്ട് നോക്കട്ടെ. എന്റെ അമ്മ എന്റെ തല മൊത്തം, അമ്മ ഇതിലേക്ക് ഇങ്ങനെ നോക്കിയിട്ടേ തല മൊത്തം വെട്ടിക്കളഞ്ഞു. ഇത് ബെല്ലി ഡാൻസിന്റെ അല്ല, ഷേഹ ചേച്ചി, ഇപ്പൊ ഷേഹ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. ഷേഹ ചേച്ചിയുടെ അമ്മ തന്നാണോ എന്നൊരു സംശയമുണ്ട്. പക്ഷെ അത് കുറച്ചുകൂടി കട്ടിയുള്ളതല്ലേ അമ്മ? ഷേഹ ചേച്ചി എനിക്കൊരു കോസ്റ്റ്യൂം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ബ്ലാക്കില് ഈ ബ്ലൂവും ഗ്രീനും തന്നെയാണ്. പക്ഷെ അത് വേറെ ഷോളായിരുന്നു, അതെനിക്കൊരു സംശയമുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് ഇത്? ഇതെന്റെ ടോപ്പായിരുന്നു. ഇതെന്റെ ടോപ്പായിരുന്നു ഗൈസ്. ദിസ് വാസ് മൈ ടോപ്പ്. വെള്ളൈ നിറമേ, വെള്ളൈ നിറമേ, അതായത് പച്ചൈ നിറമേല് വെള്ളൈ നിറം പറയുമ്പോൾ ഞാൻ കോസ്റ്റ്യൂം അറിയാം. അതൊരു അന്നാണ് ഞാൻ ലാൽ ജോസ് സാറെ ആദ്യമായിട്ട് കണ്ടത്. ലാൽ ജോസ് സാറല്ലേ? അതെ, എന്നെ ക്യാബേജ് പോലെ ഇരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞത്. അതെ അതെ, ഒരു ഗ്രീൻ കളറ്. ഞാൻ നമ്മുടെ നാട്ടുകാരാണെങ്കിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു, ആദ്യമായിട്ടാണ് കാണുന്നത്. അതിനുശേഷം പിന്നെ ആദ്യമായിട്ട് കാണുന്നതാണ് നായികൻ്റെ ഓഡീഷൻ, അല്ല അതിന് പോയപ്പോൾ. അങ്ങനെ അപ്പോൾ ഇതെൻ്റെ കോസ്റ്റ്യൂമായിരുന്നു. ഞാൻ എൻ്റെ ഫോട്ടോ എന്തെങ്കിലും കിട്ടുമെങ്കിൽ ഇവിടെ കൊടുക്കാൻ നോക്കും, പക്ഷെ എനിക്ക് അറിയില്ല അത് എവിടുന്ന് കിട്ടത്. ഞാൻ നോക്കട്ടെ കേട്ടോ. അതിൻ്റെ വസ്ത്രമായിരുന്നു. കവറിൽ നിങ്ങൾക്ക് എന്തോന്ന് അറിയോ? റിവോളി ഗ്രൂപ്പിന്റെ അല്ലേ, റിവോളിയുടെ അല്ലല്ലോ, ഗ്രൂപ്പിന്റെ എന്നേക്കാൾ വലിയ കവറുള്ളത് ഒരു മുടി. അതും ചൊറി പിടിച്ചൊരു മുടി. ഏത് കാലത്തുള്ളതാണ് അവ മുടിയൊക്കെ പറഞ്ഞ് അതിൽ ഈ സാധനമൊക്കെ ഇരിക്കുന്നുണ്ട്. എനിക്ക് കുറെ പേര് ഈ ഷോർട്സ് ഒക്കെ കണ്ടിട്ട് എന്നെ പരിചയമില്ലാത്തവരൊക്കെ ഇങ്ങനെ ഇത് വെപ്പുമുടിയല്ലേ എന്നൊക്കെ പറയും. ഇതാണ് വെപ്പുമുടി, ഇതല്ല വെപ്പുമുടി, ഇതാണ് വെപ്പുമുടി. അടുത്ത ഷോർട്സ് ഞാൻ ഇതിട്ട് ചെയ്യാം. തന്നെ പോട്ടെ, ഇത്രയും വലിയ അഴിച്ചിട്ട് പോലും സാധനമാ. ഇതെന്നെ സാധനോ അറിയില്ല, എനിക്കും അറിയില്ല എന്താ. ഇതെനിക്ക് ഗിഫ്റ്റ്, ഇതെനിക്ക് നിതീഷ് ചേട്ടൻ ഗിഫ്റ്റ് ചെയ്തല്ലേ. അത് എൻ്റെ നെയ്ബർ ഉണ്ടായിരുന്നു, ബാലമാമി, ഒരു ആൻറ്റി കേട്ടോ, ഇപ്പോഴും ഉണ്ട് അവര്. അപ്പോൾ അവരുടെ മോനുണ്ടായിരുന്നു നിതീഷ് ചേട്ടൻ. നിതീഷ് ചേട്ടൻ കല്യാണമൊക്കെ കഴിഞ്ഞു, ഞാൻ ചെറുതാൻ മോനെ. നിതീഷ് ചേട്ടൻ എവിടെയോ പോയി വന്നപ്പോൾ അന്ന് CD പ്ലേ ചെയ്യാൻ വേണ്ടി, എനിക്ക് അന്ന് ഡാൻസ് കളിച്ചിരുന്നില്ലേ, അപ്പോൾ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നൊരു സാധനം ഇത്. CD നമുക്ക് ഇടാം, ഇത് അടയ്ക്കാം, ഇത് പ്ലേ ചെയ്താൽ ഇത് തന്നെ സൗണ്ട് വരും. പക്ഷെ ഇപ്പം ഇത് വർക്ക് ചെയ്യില്ല, ഒരുപാട് വർഷമായി. എന്നാലും ഇത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതും ആ മറ്റേ ബെല്ലി ഡാൻസ് പറയില്ലേ, ആ സാധനത്തിൽ ഇടുന്നത്. ഇതെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇങ്ങനെയാണെങ്കിൽ നല്ല രസമുണ്ട്. ഇതെന്താ എനിക്കറിയില്ല കേട്ടോ. ഇത് സജ്ജാൻ്റെ മേടിച്ചതന്നല്ലേ അമ്മ? മേടിച്ചെന്ന് പറഞ്ഞാൽ അന്ന് മറ്റേ പ്രോപ്പർട്ടി ആൻറ്റി പറഞ്ഞ. ഞാൻ ആൻറ്റിയോട് തന്നെ ചോദിക്കുന്നത് എന്താ സാധനം എന്താ, അവരുടെ എന്തോ സാധനമാണിത്. ഇങ്ങനെയൊക്കെ സ്റ്റെപ്പ് ഞാൻ ചെയ്യുന്നു. ഹായ്, എൻ്റെ ഡോറിമോൻ എന്ന് ഈ ഡോൾ പറയുന്നു, പക്ഷെ കണ്ട വേറൊരു ചായ ഉണ്ട്. ടാഗ് പോലും പൊട്ടിച്ചിട്ടില്ല. എനിക്ക് ആരെങ്കിലും തന്നാണോ ഓർമ്മയില്ല കേട്ടോ. ആരെങ്കിലും തന്നാണെങ്കിൽ ക്ഷമിക്കണം. ഇവിടെ സേഫ് ആണിത്, സേഫസ്റ്റ് പ്ലേസ്. ഒരു ബാഗ് ഉണ്ട് നമുക്ക്. ഈ ബാഗ് പൊടി കേട്ടോ മൊത്തം. ദിസ് ഇസ് മൈ ഭരതനാട്യം കോസ്റ്റ്യൂംസ്. യൂത്ത് ഫെസ്റ്റിവൽ കോസ്റ്റ്യൂംസ് അല്ല, സ്പെഷ്യൽ പെർഫോമൻസ് കോസ്റ്റ്യൂംസ് ആയിരുന്നു. അതായത് ഈ സൂപ്പർ ഡാൻസറിലൊക്കെ സ്പെഷ്യൽ പെർഫോമൻസുകൾക്ക് ഞാൻ ഇട്ടിരുന്നു. ഇതൊരു സ്കേർട്ടാണ് കേട്ടോ, കണ്ടോ? എണീറ്റത് കാണിച്ചു തരാം, കണ്ടോ? ഇപ്പോഴും ഭാഗമാണ്. എന്റെ മുഖം കാണിക്കമ്മ, ഡ്രസ് കാണില്ലല്ലോ. കണ്ടോ? ഇപ്പോഴും യൂസ് ചെയ്യാം കേട്ടോ. സോ അങ്ങനെ ഒരു കോസ്റ്റ്യൂം അമ്മനെ തിരിച്ചെടുത്ത് വെക്കേണ്ടത്. അതിൻ്റെ ഷോളല്ല, ചെറിയ ഫാന്,
വലിയ ഫാൻ. എങ്ങനെയുണ്ട്? ഞാനിപ്പോൾ അത് എല്ലാം കൂടി കുത്തി മറിക്കണില്ല കേട്ടോ. ഇത് പിന്നെ വേറൊരു കോസ്റ്റ്യൂം. നല്ല ഭംഗിയില്ലേ ഇത് കോമ്പിനേഷൻ? ഇതും ഒരു കോസ്റ്റ്യൂം. ഇത് പക്ഷേ യൂത്ത് ഫെസ്റ്റിവലിന് ഇട്ടിട്ടുണ്ട് ഞാൻ. അങ്ങനെ കുറച്ച് കോസ്റ്റ്യൂംസ് ആട്ടോ ഇത് കണ്ടോ. എന്താ വേറെ കളറ് അങ്ങനെ ഞാൻ എല്ലായിടത്തും ചുണ്ടില്ല. ഇതന്നെ ഇനി അമ്മയ്ക്ക് തന്നെ തിരിച്ചെടുത്ത് വെക്കേണ്ടി വരും. നെക്സ്റ്റ് സെക്ഷൻ അത് കാഞ്ചീപുരം കാണിച്ചു കേട്ടോ. ഫസ്റ്റിലത്തെ ഇതെൻ്റെ ഒരു ടോപ്പായിരുന്നു. എന്താ പറയുക, ഞങ്ങൾക്ക് രണ്ടുപേരും ഇത് ഒന്നാമത് ഞങ്ങൾ തേക്കടി യാത്രയൊക്കെ ആയിട്ട് ഈ വീട് മൊത്തം ഭയങ്കര പൊടിയായിട്ടിരിക്കുകയാണ്. രണ്ടാമത് ഫാൻ ഇട്ട സൗണ്ട് കേൾക്കില്ല, AC ഇട്ടു. അപ്പൊ എല്ലാ പൊടിയും തണുപ്പും ഒക്കെ പാടെ എനിക്ക് ചുമ വരും. ഇതെന്റെ എന്തിന്റെ ആയിരുന്നു അത്? ആ സ്ഥലത്തിന്റെ ഫ്യൂഷന്റെ ആണോ അത്? ഓക്കെ. മറ്റേ ബേബി ബോയ്സ് അല്ലല്ല, അതിന്റെ ഒരു ഓറഞ്ചാ. എനിക്ക് തോന്നുന്നു ഇത് മറ്റേ മൻസ് ഡാൻസിൽ തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. എന്തെങ്കിലും ആവട്ടെ, എന്തായാലും അത് എന്റെ തന്നെയാണ്. ഓക്കെ, അടുത്തത് കവറിന്റെ അവസ്ഥ ഉണ്ടോ? അമ്മ ഇത് നോക്കല്ലേ, അമ്മ എന്നെ നോക്കമ്മ. ഇതൊക്കെ എന്തിനാ അമ്മ ഇവിടെ എടുത്ത് വെച്ചെന്ന്? പഴയ റിമോട്ട്, ചാർജർ, ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. പിന്നെ എന്തൊക്കെയോ കടലാസുകളൊക്കെ ഇത് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്. ഇത് അങ്ങനെയാണോ? അല്ലല്ല. ഓ, ഇത് സ്മാഷിംഗ് ഹിറ്റ്സ് ഓഫ് സൂര്യ, പണ്ടത്തെ CD-കൾ. അയ്യോ, CD കാണിച്ചു തരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു സ്ഥലമുണ്ട്. CD കച്ചവടത്തിനുള്ള CD-കളുണ്ട്. ഇത് അങ്ങനെ തന്നെ കേട്ടോ, കൊറേ CD ഒക്കെയാണ്. കൊറേ CD. ഹായ്, ഞാൻ തൈര് 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 വേണമ്മ, നല്ല ശുദ്ധമായ പാല് തൈര് വേണമ്മ, വാങ്ങമ്മ. അച്ചോടാ, ഗോക്കളെ മേച്ചുകൊണ്ടും കളിച്ചും ചിരിച്ചും. അയ്യോ, നെറ്റി കുത്തണു. ഇതില് സ്റ്റേപ്ലർ പിൻ അടിച്ചിട്ടാണോ അമ്മ എന്റെ പിഞ്ച് തലയിൽ നിങ്ങളിത് തറച്ച് വെച്ചിരുന്ന? ബാക്കിൽ സ്റ്റേപ്ലർ പിൻ. അല്ല, വേറെ കിരീടം ഉണ്ടാകും അതെനിക്ക്. അതാ നല്ല. ഇതായിരുന്നു എന്റെ ഒറിജിനൽ കിരീടം. യെസ്, ദിസ് ഇസ് ദി മോസ്റ്റ് റിച്ചസ്റ്റ് കിരീടം. ഫ്ലൂട്ട് ഉണ്ടാവുമ്പോ ഫ്ലൂട്ട് അതിലുണ്ടാവും. ഫ്ലൂട്ടില്ല, ഫ്ലൂട്ടിന് ഭയങ്കര സ്കിപ്പിംഗ് റോപ്പാ. കൃഷ്ണൻ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിട്ട്. എന്താ നിങ്ങൾ ഇങ്ങനെ? എന്റെ ഫ്ലൂട്ട് എവിടെ? എന്റെ ഫ്ലൂട്ട് എവിടെ? എന്റെ ഫ്ലൂട്ട് എവിടെ അമ്മ? ഫ്ലൂട്ടില്ല, ഫയലിന്റെ കോലുണ്ട്. ഇതിന്റെ ഒരു കുറവും കൂടി ഇട്ടായിരുന്നു. ഇത് മറ്റേ കിളി മഞ്ചാരോ കാളി മഞ്ചാരോ നിന്ന് അതിന്റെ ഇവിടെ ഞാനിങ്ങനെ കാട്ടുവാസി അതിന് ഇട്ടിരുന്നതാണ്. ഇത് സൂപ്പർ. സൂയ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു. അപ്പോൾ ആ മോന്റെ ഡാൻസിന് ഞാൻ കൂടെ പെയറായി ചെയ്തിരുന്നു. അപ്പോൾ വേറെ സീസണിലാണ്, ഞാൻ സ്പെഷ്യൽ പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ചെയ്തതാ ഭഗവാനെ. എൻ്റെ ഉണ്ണിക്കണ്ണനാട്ടോ. ഇതിന്റെ കാര്യം പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ അരങ്ങേറ്റത്തിന് ലാസ്റ്റ് കാളിയമർദ്ദനം കളിച്ചത് ഇതൊക്കെ ഇട്ടിട്ടാണ്. മാലൊക്കെ ഇപ്പോഴും എന്ത് രസാലേ. പിന്നെ ഇത് നമ്മുടെ കുറെ പഴയ നമ്പറൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഡയറി ഇതിലിരിക്കുന്നുണ്ട്. അത് ഞാൻ എടുത്ത് കാണിക്കുന്നില്ല. ഓ മൈ ഗോഡ്, ബ്യൂട്ടിഫുൾ ഫോട്ടോസ്. എന്താ പറയുക, പഴയ ഫോട്ടോസ് ഇരിക്കുന്നുണ്ട്. ഇത് കണ്ടോ? ഇത് ഞാനാ ഒരു ഫോട്ടോ.
ഇതാണല്ലേ തൈര് 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 വേണമാ, നല്ല ശുദ്ധമായ പശുവിൻ പാല് തൈര് വേണം. ഇത് 5ാം ക്ലാസ്സിലെ ഫോക്ക് ഡാൻസ് ആയിരുന്നു. 5അല്ലേ 4 4ാം ക്ലാസ്സിലെ ഫോക്ക് ഡാൻസ്. ഇത് എന്നെ എൻ്റെ പണ്ടത്തെ എന്നെ ആരോ വരച്ച് തന്നതാണ്, പക്ഷെ എനിക്കിത് ആരോ അറിയില്ല കേട്ടോ, സോറി. സൈനുണ്ട്, ജോബിയ തോന്നുന്നു. പിന്നെതാ വേറെ ഫോട്ടോ, വേറെ ഫോട്ടോ. പിന്നെ ആ തൈരിൻ്റെ തന്നെ റിപ്പീറ്റഡ് ഫോട്ടോസ് ആട്ടോ, അതുകൊണ്ടാണ് ഞാൻ കാണിച്ചില്ല, നേരത്തെ കാണിച്ചു റിപ്പീറ്റഡ്. ഇനി ഇതെന്താ, എൻ്റെ നമ്മൾ പണ്ട് നിൽക്കുകയാണ്, പണ്ട് സൂപ്പർ ഡാൻസറിന്റെ ഫിനാലേക്ക് നമ്മുടെ ഓഡിയൻസ് ഇങ്ങനെ പിടിച്ചു വയ്ക്കും. ഇത് അമൃതക്കാരനെ ചെയ്തല്ലേ? അവര് അല്ല അല്ല അവരും ചെയ്തിരുന്നല്ലോ, അമൃതയുടെ ആൾക്കാരും ചെയ്തിരുന്നു. ഓ അപ്പൊ നമ്മളും ചെയ്യും. ദീപോട്ടൻ ചെയ്യിപ്പിച്ചതാട്ടോ. ഇത് അമൃതക്കാരും ചെയ്യും, അവരും ചെയ്തിരുന്നു. എന്ന് വെച്ചാൽ വേറെ ഫോട്ടോ, അവര് വേറെ ഫോട്ടോ ആണ്, ഇത് വേറെ ഫോട്ടോ. കണ്ടോ, ഞാനാ എന്നിട്ട് മനസ്സിലാകുന്നേ ഇല്ലല്ലോ. പേരിങ്ങനെ നിലയ്ക്ക് അങ്ങനെ പറയുമ്പോ എനിക്ക് സെക്കൻഡ് ആട്ടോ ഇഷ്ടത്. അങ്ങനെ നിങ്ങൾ ഇത്രയും വലിയൊരു ചെക്ക് കണ്ടിട്ടുണ്ടോ? എന്റെ ചെക്ക്, എന്റെ 2,50,000 ചെക്ക്. ഈ ചെക്ക് കൊണ്ട് ബാങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് തല്ല് കിട്ടും. ഇതെന്റെ ഡമ്മി ചെക്കാണ്, നമുക്ക് അവിടെ നിന്ന് തരില്ലേ സ്റ്റേജിൽ നിന്ന്, ആ സംഭവമാണത്. ഇത് ഡു യു ഗൈസ് റിമെമ്പർ വാട്ട് ദിസ് ഇസ്? ഇത് എന്താ പറയാ, ഫിൽമോ അല്ല എന്താ പറയാ, നെഗറ്റീവ് അല്ല, അങ്ങനെ പറയാ, നെഗറ്റീവ്. ഇത് എടുക്കാൻ കിട്ടില്ല അമ്മ. ഇത് ഏതൊക്കെയോ ഫോട്ടോസിന്റെ നെഗറ്റീവ്. എൻ്റെ പിറന്നാളിന്റെ നെഗറ്റീവാട്ടോ, എൻ്റെ പിറന്നാളിന്റെ നെഗറ്റീവാണ്. നിങ്ങൾക്കിത് കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ. അത് കണ്ടോ, ഇതാ ഞാൻ നിൽക്കുന്നു, ആ പച്ചയായിട്ട് കാണുന്നത് ഞാനാട്ടോ. കണ്ടോ, ഇത് പണ്ടത്തെ നെഗറ്റീവ്. അപ്പം ഇത് അങ്ങനെ, ഇതൊക്കെ ഒരു മെമ്മറി കേട്ടോ. ചിലപ്പോൾ അടുത്തൊരു ജനറേഷൻ വരുമ്പോൾ നമ്മളിത് കാണിച്ചു അവർ എന്തെന്ത് സാധനം, ഇതെന്നെ സാധനം എന്ന് ചോദിക്കും. അപ്പം നമുക്ക് കാണിച്ചു കൊടുക്കാനുണ്ടാവണമല്ലോ. അപ്പം ഇതൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. കൊണീക്ക ഫോട്ടോ എക്സ്പ്രസ്. ചിലതിന്റെ ബാക്കി കിട്ടാൻ തുടങ്ങി, എൻ്റെ നേരത്തെ വെച്ച കളരി ഡാൻസിന്റെ ബാക്കി. പിന്നെ ദിസ് ഈസ് മൈ കിളി മഞ്ചാരോ കോസ്റ്റ്യൂം. നേരത്തെ നമ്മൾ തലയെ വെച്ചല്ലേ, എൻ്റെ അതിന്റെ കോസ്റ്റ്യൂം ആയിരുന്നു. ഇതെന്റെ മഞ്ച് ഡാൻസിന്റെ ഫിനാലെ കോസ്റ്റ്യൂം അമ്മ അല്ലേ? ഇത് നല്ല ഭംഗിയുണ്ടല്ലേ, കൊള്ളു. മറ്റേ ഗംഗേ തുടിയിൽ ഉണരും ത്രിപുട കേട്ടു തുയിലുണർന്നു പാടി. ഇത്ര കേറുള്ളൂ, എനിക്ക് കേറില്ല. എന്റെ ഗംഗയുടെ കോസ്റ്റ്യൂം ആയിരുന്നു. ഇതാ എന്റെ ഫാന്, സോറി ബാക്ക് ഷീറ്റ്, എന്തൊക്കെയാ പറഞ്ഞത്, ബാക്ക് സീറ്റ് ബാക്ക് ഷീറ്റ് എന്നൊക്കെ പറയാ അതിന്. അതിന്റെ മെയിൻ ഫാന്. തുടിയിൽ ഉണരും. യെസ്, ഇതെന്റെ ബെല്ലി ഡാൻസ് കോസ്റ്റ്യൂം. നേരത്തെ പറഞ്ഞ ബെല്ലി ഡാൻസിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ കണ്ടല്ലോ. ഇതാണ്, അയ്യോ ഇതൊന്ന് തല തിരിച്ചിരിക്കണ്. ഇതാണ് അതിന്റെ കോസ്റ്റ്യൂം. അതിന്റെ ടോപ്പ്. പാവാട എനിക്ക് ഇപ്പോഴും പാകാട്ടോ, കണ്ടോ. ഏകാന്തനായി വിശന്നനായി. ഇത് വെച്ച് കംപ്ലീറ്റ് ആവണമെങ്കിൽ നമ്മുടെ ഹിറ്റ് ചെയ്ത് വേണം. ശിവതാണ്ഡവത്തിന്റെ കോസ്റ്റ്യൂം. പാട്ട് ഭോ ശംഭോ സ്വയംഭോ അതായിരുന്നു. ഇതെന്റെ പച്ചനിറമേന്റെ പച്ച കളർ ഡ്രസ്. ഞാൻ എന്നെ ക്യാബേജ് എന്ന് വിളിച്ചത്. പച്ചനിറമേ പച്ചനിറമേ. അതിന്റെ ബാഗൊക്കെ കാണാൻ അത് ക്യൂട്ടായിട്ടില്ലേ? അതൊക്കെ ഒരു കാലം.
കദളി വാഴ കയ്യിലിരുന്ന് കാക്ക ഇന്നു വിരുന്നു വിളിച്ച് വിരുന്നുകാരാ വിരുന്നുകാരാ, അല്ലേ അതല്ലേ, വിരുന്നുകാരാ വന്നാട്ടെ. ഈ സംഭവം ഞാൻ സൂപ്പർ ഡാൻസർ കളിച്ചിരുന്നു. അത് ഇതെന്താ പിന്നെ കിളിമഞ്ചാരോന്റെ സാധനം തന്നെ. ഇതൊരു സ്കേർട്ട്, ഇതങ്ങനെ കാണിച്ചു തരാൻ മാത്രമൊന്നുമില്ല കേട്ടോ. ഹായ്, അതാണ് ഫസ്റ്റ് ഫ്യൂഷൻ. ഇതാ ഇത് കാർമൽ സ്കൂളിലെ ആനുവൽ ഡേക്ക് എന്തിനും ഒരു കാര്യത്തിന് മേടിച്ചു, പിന്നെ ഉപയോഗിച്ചില്ലല്ലോ. എന്ത് കാർമൽ സ്കൂളിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്, അപ്പൊ അതിന്റെ ആനുവൽ ഡേക്ക് ഉണ്ടായിരുന്ന സാധനം. നെഞ്ചിനിലേ ഊഞ്ചലേ നാണങ്ങൾ എൻ കണ്ണിലേ കല്യാണ കല്യാണക്കാരനുള്ളിൽ എക്സ്പ്രഷൻ റൗണ്ടിൽ ഇട്ട കോസ്റ്റ്യൂം അല്ലേ മാ? ആ പാട്ടായിരുന്നു. അതിൻ്റെ ഷോളോ അല്ല പാൻറ് കാര്യങ്ങളുണ്ട്. ഇതെന്താണ്? എൻ്റെ 5 വയസ്സിലെ അരങ്ങേറ്റത്തിൻ്റെ കോസ്റ്റ്യൂമാണ്. സാധാരണ നല്ല പട്ടിൻ്റെ ഒക്കെ വെച്ചാൽ അമ്മ ഇങ്ങനെ തുണിയിൽ പൊതിഞ്ഞാൽ വയ്ക്കുക. നേരത്തെ കണ്ടതൊന്നും അത്ര ക്വാളിറ്റി പട്ടല്ല, അതുകൊണ്ട് അത് അങ്ങനെ ബാഗിലിട്ടണം. ഇങ്ങനെ ക്വാളിറ്റി ഉള്ള പട്ടൊക്കെ ഇങ്ങനെ തുണിയിലൊക്കെ പൊതിഞ്ഞെടുത്ത് വെക്കുക കേട്ടോ. ഇത് എൻ്റെ ഭരതനാട്യത്തിൻ്റെ ഡ്രസ്സ്. ബ്ലൗസ് ആദ്യം കാണിച്ചു തരാം കേട്ടോ. ഇത് എൻ്റെ ബ്ലൗസ്, എൻ്റെ 5 വയസ്സിലെ ബ്ലൗസ്. അതുകൊണ്ട് ഇപ്പോഴും എൻ്റെ കളറ് കണ്ടോ, അതേപോലെ കണ്ടു കഴിഞ്ഞാൽ ഇത് പഴയ ഡ്രസ്സാണ് തോന്നുന്നു. 5 വയസ്സെന്ന് പറയുമ്പോൾ ഇപ്പം എത്ര വർഷമായി ഉണ്ടാവുമ്പ? 15 10 17 കൊല്ലം. 17 കൊല്ലം. 17 കൊല്ലം. ലോങ് ടൈം. എൻ്റെ കുഞ്ഞി ഫാൻ, എൻ്റെ കുഞ്ഞി പാൻറ്. ഇത് ചിലപ്പോൾ ഇപ്പോഴും പാകാവും പാൻറ്. എൻ്റെ കുഞ്ഞി പാൻറ്, എൻ്റെ കുഞ്ഞി ഷോള്, കുഞ്ഞിതാ എൻ്റെ കുഞ്ഞി ഫാന്. നെക്സ്റ്റ് ഇതും ചെറുതിൽ തന്നെ വേറൊരു കോസ്റ്റ്യൂം, പക്ഷെ എനിക്ക് ഇത് അത്ര ഇഷ്ടമല്ല. പക്ഷെ നല്ലൊരു കളറൊന്നും പോയിട്ടില്ല കേട്ടോ. വൈറ്റ് കോസ്റ്റ്യൂം എന്നാ, കളറിനൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ, അതേപോലെ ഇരിക്കുന്നു. ഓ അന്നത്തെ ഇത്തിരി വെറൈറ്റി ഇത്. ഇതിന് ശേഷം അതിന് ശേഷം എൻ്റെ സെക്കൻഡ് കോസ്റ്റ്യൂം ആയിരുന്നു ഇത്. ഇതാണ് അമ്മ ചേച്ചി തന്നത്. ഇത് ഞാനത് ഏഷ്യനെറ്റിൽ ഇട്ടുണ്ട്. ഗുണ്ടുമാങ്ക തോപ്പ് കുള്ള, നല്ല ഭംഗിയില്ലേ. ഇതൊരു കോസ്റ്റ്യൂം. മാർഗഴി തിങ്കളല്ലവാ, അതല്ലമ്മ എന്റെ റിവേഴ്സ് ഡാൻസ് ചെയ്തത് ക്രിയേറ്റിവിറ്റി റൗണ്ട് അല്ലേ. ഇത് പ്രണയമണി തൂവൽ പുലിയും പവിഴമഴ, പിന്നെ ബർസോരെ മേഘ മേഘ, പിന്നെ എന്തൊക്കെയാ ഒരു പാട്ടുണ്ട്, വിണ്ണോട് മേഘച്ചത്തം എന്ന, അതിനൊക്കെ ഇട്ട ഡ്രസ്സ്. ഇതൊക്കെ ഇപ്പോഴും ഭാഗമായിട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട് നോക്കി, എനിക്ക് ഇപ്പോഴും ഭാഗം. റെയിൻബോ. ഇതെന്റെ 5-ൽ എന്തോ ഉടുപ്പെടുത്ത് വെച്ചിരിക്കുക അമ്മ. അപ്പൊ ഇതിലെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അപ്പുറത്തെ കമ്പാർട്ട്മെന്റിൽ, അതായത് ബി നിലവറയിൽ എന്താണെന്ന് നോക്കാം കേട്ടോ. ബി നിലവറയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. പക്ഷെ ബി നിലവറ ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യില്ല. ഞാൻ കാണിച്ചു തരാം എന്താ ബി നിലവറയിലുള്ളത് എന്ന്. കണ്ടില്ലേ, എൻ്റെ ചില ഓൾഡ് ടോയ്സ് ആണ് ഇതിലുള്ളത്, ഡോളുകളാണ്.
ഇതിലുള്ളത്. കുറേ പഴഞ്ചൻ ഡോൾസ് ഉണ്ട്, കുറേ കഥകളുണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, അതൊക്കെ എൻ്റെ പഴയ ഡോളല്ലേ. ഇവർക്കൊക്കെ ഒരു ബാത്ത് ഡേ കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒക്കെ പൊടി പിടിച്ച് കിടക്കണം. അപ്പോൾ ഇവരെയൊക്കെ കുളിപ്പിച്ച്, പിന്നെ എൻ്റെ ഇപ്പോഴത്തെ ടോയ്സ് കുറേ പേർക്ക് അറിയാം, എൻ്റെ ബർത്ത്ഡേ വ്ളോഗിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി എടുത്തിട്ട് ഞാൻ ഇവരെയൊക്കെ വെച്ചിട്ട് എൻ്റെ ഡോൾ കളക്ഷൻ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ദിസ് വാസ് മൈ ബി നിലവറ. ഐ ഹോപ്പ് യു ഓൾ ലൈക്ഡ് മൈ എ നിലവറ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. എനിക്ക് എന്താണ് എൻ്റെ ബെഡിൻ്റെ താഴെ ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവല്ലോ. വിലപിടിപ്പുള്ള ഒന്നുമില്ല, വേണ്ടാത്തതൊന്നുമില്ല, എല്ലാം എൻ്റെ പഴയ സ്വീറ്റ് ഓൾഡ് മെമ്മറീസ്. മെമ്മറീസ് ബ്രിങ് ബാക്ക്, മെമ്മറീസ് ബ്രിങ് ബാക്ക്. അടുത്ത വീഡിയോ കാണാം.